ഗതികെട്ട് ഗോവിന്ദൻ മാഷ് ഇന്ന് മാപ്രകളോട് ചോദിച്ചു. നിങ്ങൾ നിങ്ങൾ ക്യാമറ കൊണ്ട് 400 നിങ്ങൾ പറഞ്ഞ 400 എത്രയാ പങ്കെടുന്ന പറഞ്ഞ 500 600 സംതിങ് ഒരു കൗണ്ടറിൽ മാത്രം ശുദ്ധ അസംബന്ധം പറയുന്നതിന്, കളവ് പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും നാണോ മാനം വേണ്ടേ? അതാ പറഞ്ഞ ഞാൻ കാണാണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതെ, ഒരു പണിയില്ലല്ലോ. രാവിലെ മുതൽ മറ്റ് ചിലർക്ക് വേണ്ടി ഒരു കോലും കൊണ്ട് നടന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഓരോരോ ചോദ്യങ്ങളുമായിട്ട് ഇറങ്ങുക. കേരളത്തിൽ സർക്കാരിനെതിരെ വാർത്ത ചമയ്ക്കാൻ നിയോഗിക്കപ്പെട്ട ചില പ്രതിപക്ഷ അടിമകളുണ്ട്. മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് ഇവരുടെ കൊട്ടേഷനുമായി ചെന്നാണ് ഇന്നിപ്പോ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ സൃഷ്ടിച്ച 630 പേർ എന്ന ചോദ്യവുമായി ചെന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ തെളിവുകൾ ഇന്നലെ പുറത്തേക്ക് വന്നു. ചില തൽപര കക്ഷികൾ അയ്യപ്പ സംഗമത്തിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ചെയ്ത പ്രവർത്തനമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. മുൻകൂട്ടി നിശ്ചയിച്ചവരിൽ കൂടുതൽ പേർ ഇന്നലെ ആ സംഗമത്തിൽ പങ്കെടുത്തു. പക്ഷേ ചിലർക്ക് തൃപ്തി പോരാ. അവരെ സംബന്ധിക്കുന്നിടത്തോളം വിവാദമാക്കണം, ഒന്നും സംഭവിച്ചില്ല എന്ന് വരുത്തണം. അതിനുവേണ്ടി പരമാവധി രാവിലെ മുതൽ പണിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഗോവിന്ദൻ മാഷിനോട് ഇന്നിപ്പോ ചോദ്യവുമായി ചെന്നത്. മറുപടി പറയണ്ട, മറുപടി അർഹിക്കുന്നില്ല എന്ന രീതിയിൽ അദ്ദേഹം പോകാൻ തയ്യാറായിട്ടും അല്ലെങ്കിൽ പോകാൻ തുനിഞ്ഞിട്ടും സമ്മതിക്കൂല. ഇരന്ന് വേടിച്ചിട്ടേ പോയുള്ളൂ. 1600 തീരുമാനിച്ചിട്ടുള്ളൂ. അത്രയും പങ്കെടുത്തു. നിങ്ങളെ പ്രചരണം എല്ലാം കള്ളപ്രചരണമാണ്, മനസ്സിലായില്ലേ? കളവ് പറയുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം. അവന് പറയേണ്ട വിചാരിച്ചു. കളവ് പ്രചരിപ്പിക്കുന്നതിനും പറയുന്നതിനും എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം. രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത്, അതായത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് 3000 ആളെ പങ്കെടുപ്പിക്കാനാണ്. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട്. അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട്. പോരെ, അത് അത്രയും പോരെ. ഈ വെറുതെ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറെ മാധ്യമങ്ങളുണ്ട്. ആ കള്ളപ്രചരണം വേറെ കള്ളപ്രചരണം അല്ല. എന്നാ പിന്നെ നിങ്ങൾ ക്യാമറ കൊണ്ട് 400 നിങ്ങൾ പറഞ്ഞ 400 എത്രയാ പങ്കെടുന്ന പറഞ്ഞ 500 സംതിങ് ഒരു കൗണ്ടറിൽ മാത്രം ശുദ്ധ അസംബന്ധം പറയുന്നതിന്, കളവ് പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും നാണോ മാനം വേണ്ടേ? അതാ പറഞ്ഞ ഞാൻ കാണാണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കണ്ടില്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. കോൺഗ്രസ് സൈബർ ഗ്രൂപ്പ് ഞാനൊരു കാര്യം പറയും. നിങ്ങൾ ഇത് പത്ര മാതൃഭൂമിയാ? ഇതാണ് ദൃശ്യം. അല്ല, ഉദ്ഘാടനത്തിന് അല്ലേ? അപ്പൊ ഏത് സെഷനിൽ പങ്കെടുത്തതിനെ പറ്റി ഞങ്ങൾ പറയുന്നത്? ഓരോ സെഷനിലും 1000 ആൾ പങ്കെടുക്കണം. നിങ്ങൾ എന്തെല്ലാം സെഷൻ എടുക്കാൻ പറ്റും? നിങ്ങൾ കാണിക്കാൻ പറ്റും. വേണമെങ്കിൽ AI ഉപയോഗിക്കാം. നിങ്ങൾക്ക് AI ഉപയോഗിക്കാം. നിങ്ങളെല്ലാം ഉണ്ടാക്കും. അതിനെന്താ സംശയം? ഇത് പുറത്തുള്ള ജനം നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ബാധിക്കുന്നത്? ആർക്ക് വേണ്ടി ബാധിക്കുന്ന? അല്ല, ഞാൻ ചോദിക്കുന്നതാണ്. നിങ്ങൾ ആർക്ക് വേണ്ടിയായിരിക്കും ബാധിക്കുന്നത്? അയ്യപ്പ സംഗമം പൊളിഞ്ഞു പോയി എന്ന് പറയാനാ? പിന്നെ ആർക്ക് വേണ്ടിയാ? നിങ്ങൾ കണ്ടോ? വെറുതെ കള്ളപ്രചാരവേല നടത്തുകയാണെന്ന്. അത് എടുക്കുന്നുണ്ട്. കോൺഗ്രസ് തന്നെ എടുത്തത്. കോൺഗ്രസിന് വേണ്ടി ബാധിക്കുക ഇപ്പോൾ ഇവിടെ വന്നിട്ട്. വലിയ വിജയമാണ്, ലോകപ്രസിദ്ധമായ വിജയമാണ്. പോരെ, ലോകപ്രസിദ്ധമായ വിജയം എന്ന് പറയുമ്പോൾ മലയാളം മനസ്സിലായ? പിന്നെ പറഞ്ഞോളൂ. പിന്നെ പറയാണ്ടെന്താ? കള്ളപ്രചരണം നടത്താൻ വേണ്ടിയിട്ട് കുറെ മാധ്യമങ്ങൾ പുറകോട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ മേലെ വ്യാഖ്യാനിക്കാൻ, വിശദീകരിക്കാൻ വേണ്ടി എന്നോട് ചോദിക്കുക. അതാ ഞാൻ പറഞ്ഞു, നാണവും മാനം വേണം. എന്തെങ്കിലും പറയുന്നതിൽ, എന്തെങ്കിലും കൊടുക്കുന്നതിൽ, എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെതായ ആളുകളെല്ലാം കാണുന്നുണ്ട്. അതിന്റെ ഞാനിത് പറയണ്ടെന്ന് വിചാരിച്ചാണ്. ആളുകളെല്ലാം കാണുന്നത്. അതങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം. നിങ്ങൾ അങ്ങനെയല്ല ഉണ്ടാക്കിയത്, നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കണം. ഞാൻ പറഞ്ഞില്ല. ഞാൻ അവിടെ ഉള്ളതിനെ പറഞ്ഞുള്ളൂ. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട്. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട് പരിപാടിയിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ മേലെ നിങ്ങൾ 460 ചുരുക്കണം. നിങ്ങൾ കുറച്ച് പണിയെടുക്കണം. ആ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത് അതല്ല നിങ്ങൾ ഉപയോഗിച്ചോ. കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ്. ചിലർക്ക് പ്രതിപക്ഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സൃഷ്ടിച്ചേ മതിയാകുള്ളൂ. അവർക്ക് വേണ്ടി ബാക്കിയുള്ളവരെ കൊണ്ട് മറുപടി പറയിച്ചേ മതിയാകുള്ളൂ. അതിനുവേണ്ടി ഇവർ തന്നെ സൃഷ്ടിക്കുന്ന ചില കഥകൾ, ഇവർ തന്നെ എഴുതി പിടിപ്പിക്കുന്ന നിറം പിടിച്ചിട്ടുള്ള പലതരത്തിലുള്ള നിറം പിടിച്ച വ്യാജത്തരങ്ങൾക്ക് ഇടതുപക്ഷം അവർ ഉദ്ദേശിക്കുന്ന മറുപടി പറയണം. അത് വെച്ച് ഒരു ദിവസത്തെ വാർത്താ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകണം. ഗോവിന്ദൻ മാഷ് നിന്ന് പൊളിച്ചു കൊടുത്തത് എന്തായാലും സംഘപരിവാറിനും കോൺഗ്രസിനും വേണ്ടി പണിയെടുക്കുന്ന ഞങ്ങൾ പ്രതിപക്ഷത്താണ് എന്ന് അവരുടേതായിട്ടുള്ള ഒരു സ്വയം പ്രഖ്യാപിത മാധ്യമ ധർമ്മമായിട്ട് ചെന്നതാണ്. പക്ഷെ ഇപ്പോ ഈ കഞ്ഞി അങ്ങോട്ട് വേവത്തില്ല. ആ കഞ്ഞിക്ക് വാങ്ങി വെച്ചേക്കുന്ന വെള്ളം മാറ്റി വെച്ചരെ എന്ന ലൈനാണ് CPM പിടിക്കുന്നത്. പച്ചക്കള്ളം സൃഷ്ടിക്കുക, അത് അതേപടി ഏറ്റുപിടിച്ചുകൊണ്ട് നേതാക്കന്മാരെ പിന്നിൽ കോലുമായി ചെല്ലുമ്പോൾ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് മറുപടി പറയാൻ കഴിയുക?